പ്രമുഖ ശില്പിയും ഇൻസ്റ്റലേഷൻ കലാകാരനുമായ ടെൻസിംഗ് ജോസഫിന്റെ 110ഓളം ചിത്രങ്ങളുടെ ഏകാംഗ കലാപ്രദർശനം കൊല്ലം ആർട്ട് കഫേയിൽ തുടങ്ങി. ബിറ്റ്വീൻ ഒബ്ജക്ട്സ് ആൻഡ് മൈസെൽഫ് എന്ന ശീർഷകത്തിലാണ് പ്രദർശനം. ഒരു വസ്തുവും ഞാനും തമ്മിലെ അകലം, ബന്ധം, ഇതാണ് ചിത്രകാരൻ ടെൻസിംഗ് ജോസഫിന്റെ പ്രമേയം. മുമ്പും എന്നും എവിടെയൊക്കെയോ കണ്ടുമുട്ടിയ വസ്തുക്കൾ, നമ്മളിൽ വരുത്തിയ സ്വാധീനം, മാറ്റം, സ്നേഹം, ഗൃഹാതരത്വം, ചിന്ത, മുന്നറിയിപ്പ്, സ്മരണ, ആശയസംവേദം, വിവരണാതീതമായിരുന്നു ഇതെല്ലാം. എത്ര പറഞ്ഞാലും മതിയാവില്ല. ഓരോ ചിത്രങ്ങളും തലച്ചോറിലെ മെമ്മറി ഡ്രൈവിൽ അൺലിമിറ്റഡ് സ്പേസിൽ സ്റ്റോർ ആകും. നിറങ്ങൾ പോലും കഥ പറയും, ഭാവന പകരും, ചിലപ്പോൾ മധുരസ്വപ്നം കാണിക്കും. ടെൻസിംഗ് പ്രേക്ഷകരെ പ്രതീകാത്മകമായി പർവ്വതത്തിന്റെ നെറുകയിൽ എത്തിക്കും. അവിടെ നിന്ന് താഴേക്ക് നോക്കാനും പഠിപ്പിക്കും. അവിടെ ജീവിത കാഴ്ചപ്പാടുകളും മാറും. ഒരു കലാകാരൻ എന്ന നിലയിൽ എനിക്ക് വളരെ ഇൻറ്റമസിയുള്ള, വളരെ പ്രിയപ്പെട്ട വസ്തുക്കൾ നമ്മൾ ദൈനംദിനം കാണും. നമ്മുടെ ടേബിളിൻ്റെ പുറത്ത് മുതൽ പുറത്ത് റോഡിൽ പോലും നമ്മൾ നിരന്തരം കാണുന്ന ഒരുപാട് വസ്തുക്കളുണ്ട്. ആ വസ്തുക്കളുമായിട്ടൊരു കലാകാരൻ എന്ന നിലയിൽ സംവദിക്കുന്നതാണ് എൻ്റെ ചിത്രങ്ങൾ. അപ്പോൾ ചില വസ്തുക്കൾ നമ്മൾ നിരന്തരം കാണുന്നുണ്ടെങ്കിലും അതിൻ്റെ പൂർണ്ണമായൊരു അർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ ഒരു അസ്തിത്വം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നുണ്ട്, നിരന്തരം കണ്ടു മറന്നു പോകുന്നുണ്ട്. അപ്പോൾ ഞാനത് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു ദൃശ്യ ഭാഷ ഉപയോഗിച്ചിട്ടാണ്. ടെൻസിംഗ് ജോസഫ് തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിൽ നിന്നും ശില്പകലയിൽ ബിരുദവും പശ്ചിമ ബംഗാളിലെ വിശ്വഭാരതി സർവകലാശാലയിൽ നിന്നും ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്. കേരളത്തിലെ വിവിധ ഫൈൻ ആർട്സ് കോളേജുകളിൽ പ്രിൻസിപ്പളായി സേവനമനുഷ്ഠിച്ചു. കഴിഞ്ഞ വർഷം ഫ്രാൻസിലെ 3 മാസം നീണ്ടുനിന്ന മോട്ടോക്കോ ആർട്ട് റെസിഡൻസിയിൽ ഇന്ത്യയിൽ നിന്നും പങ്കെടുത്തിരുന്നു. യൂറോപ്പിലെ ലൂവിയർ, പിക്കാസോ, വാൻഗോഗ് മ്യൂസിയങ്ങൾ ഉൾപ്പെടെ സന്ദർശിച്ചു. റഷ്യൻ ബിനാലെ, ഡാലസിലെ എറിക് ജോൺസൺ പബ്ലിക് ലൈബ്രറി, അമേരിക്കയിലെ റെനോ താവോ എന്നീ ഇന്റർനാഷണൽ ഷോകൾ, ഡൽഹി ത്രിവേണി കലാസംഗമം, കൊച്ചി ബിനാലെ ഫൗണ്ടേഷനും സാംസ്കാരിക വകുപ്പും ചേർന്ന് ചെയ്ത ലോകമേ തറവാട് എന്നിങ്ങനെ രാജ്യത്തിനകത്തും പുറത്തുമായി നിരവധി ക്യൂറേറ്റഡ് ഷോകളിലും ടെൻസിംഗ് പങ്കെടുത്തിട്ടുണ്ട്. കവികൾ അവരുടെ കവിതയിലൂടെയാണ് നമ്മുടെ ഈ പ്രേക്ഷകരെ, വായനക്കാരെ സമീപിക്കുന്നതും പറയാനുള്ളത് പറയുന്നതും. അതേസമയം ചിത്രകാരന്മാർ വരമൊഴികളിലൂടെയും നിറഭേദങ്ങളിലൂടെയും അവർ പറയാനുള്ളത് സംവദിക്കും, എപ്പോഴും ആശയവിനിമയം നടത്തുകയും ചെയ്യും. അങ്ങനെ ഒരു കലയുടെ ഭാഗം കൂടിയാണ് നമ്മുടെ ഈ ടെൻസിംഗ്. അദ്ദേഹം ഇപ്പോൾ ഇത് ഒരു മനുഷ്യനും ആ മനുഷ്യൻ്റെ കാഴ്ചയും അത് മറ്റുള്ള ഒരു ഒബ്ജക്ട്സ് സ്ഥിരം ചിലപ്പോൾ നമ്മൾ കാണുന്നതാകാം, അത് തമ്മിലുള്ള ആ അകലത്തെ അല്ലെങ്കിൽ ആ സ്പേസിനെയാണ് അദ്ദേഹം ഇവിടെ പറയാൻ ശ്രമിക്കുന്നതും. ആഴത്തിൽ ഇതൊക്കെ മനുഷ്യൻ എപ്പോഴും പലപ്പോഴും കണ്ടിട്ടുള്ള ചിത്രങ്ങളാകാം, കണ്ടിട്ടുള്ള വസ്തുക്കളാകാം, അതെല്ലാം ആഴത്തിൽ പതിപ്പിക്കുകയാണ്. ഓരോ വസ്തുവിനും ഒരു ജീവനുണ്ട് എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് ഈ ചിത്ര പ്രദർശനത്തിലൂടെ ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ക്യാമറാമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.